ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻട്രിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ശ്വേത. ഞാൻ ഇന്ന് ഇവിടെ ഒരു സ്പെഷ്യൽ വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് 100-day HSST ഇംഗ്ലീഷ് സ്റ്റഡി പ്ലാൻ. ഓക്കെ, അപ്പം നമ്മുടെ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു. എല്ലാവരും സീരിയസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്, എനിക്കറിയാം. എന്നാലും ഏതാനും ആളുകളെങ്കിലും ഇനിയും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അല്ലേ, ആ സ്റ്റാർട്ടിങ് ട്രബിൾ ഉള്ള കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഹെൽപ്ഫുൾ ആവാനായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് ഇത്. 100 ദിവസങ്ങൾ കൊണ്ട് എങ്ങനെ നമുക്ക് ഈ ഒരു വാസ്റ്റ് ആയിട്ടുള്ള HSST ഇംഗ്ലീഷിൻ്റെ സിലബസ് കവർ ചെയ്യാം, അത് നമുക്ക് ഓരോ ദിവസവും എന്തെന്ത് പഠിക്കണം എന്നുള്ള രീതിക്ക് നോക്കിക്കൊണ്ട് ഈ ഒരു ജേർണി അല്ലേ, HSST ഇംഗ്ലീഷിൻ്റെ ഈ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, സോ ഞാൻ ശ്വേത. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ സിലബസ് കാണുന്ന സമയത്ത് നമുക്കറിയാം 100 മാർക്കിലാണ് ചോദ്യങ്ങൾ വരാനായിട്ട് പോകുന്നത്. അതിൽ 70 മാർക്കോളം ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും അല്ലേ. ബാക്കി ലൈക്ക് പാർട്ട് 2 വരുന്ന ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിനാണ് 10 മാർക്സ് വരുന്നത്. ലൈക്ക് വൈസ് പാർട്ട് 3 and 4 അതായത് റിനൈസൻസ് പോലെയുള്ള അല്ലേ, കറണ്ട് അഫയേഴ്സ്, GK പോലെയുള്ള, കോൺസ്റ്റിറ്റ്യൂഷൻ പോലെയുള്ള ഭാഗത്ത് നിന്ന് നമുക്ക് 20 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളും അതുപോലെ ടീച്ചിങ് ആൻഡ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളും ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, എങ്ങനെയാണ് നമ്മളിത് പഠിച്ചെടുക്കാനായിട്ട് പോകുന്നത്, എവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യണം അല്ലെ, എങ്ങനെയാണ് നമ്മളിത് തുടങ്ങേണ്ടത്, ആ ഒരു കൺഫ്യൂഷൻ ചിലർക്കെങ്കിലും ഉണ്ടാവും. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ വീക്ക് ബൈ വീക്ക്, ഡേ ബൈ ഡേ എന്ത് കവർ ചെയ്യണം, ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചു പോവേണ്ടതായിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള, നമുക്ക് അറിയാവുന്ന, എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ സാധിക്കുന്ന, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കംപ്ലീറ്റ് ആവുന്ന രീതിക്കുള്ള ടോപ്പിക്സ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ആദ്യത്തെ ദിവസം നമ്മൾ റോബർട്ട് ബേൺസിന്റെ റെഡ് റോസ് എന്ന് പറയുന്ന ആ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലെ, വളരെ ഫ്യൂ ലൈൻസ് ഉള്ള പോമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ വില്യം ബ്ലേക്കിന്റെ ദ ലാംബ് ദ ടൈഗർ എന്ന് പറയുന്ന 2 പോംസ് വരുന്നുണ്ട് അല്ലെ, അതും നമ്മളവിടെ പഠിച്ചെടുക്കും. ഓക്കെ, അപ്പം ഒരു ദിവസം നമ്മൾ 3 സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 3 നേരം നമ്മൾ പഠിക്കുവാണെന്നുണ്ടെങ്കിൽ ആദ്യം മോർണിംഗിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് റെഡ് റോസ് ആണ്. അതിനുശേഷം അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു ഉച്ചയോടുകൂടി നമ്മൾ എന്ത് പഠിക്കും, വില്യം ബ്ലേക്കിന്റെ ദ ലാംബും ദ ടൈഗറും അല്ലെ പഠിച്ചെടുക്കും. അതിനുശേഷം നമുക്ക് ഫ്രാൻസിസ് ബേക്കന്റെ ഓഫ് സ്റ്റഡീസ് എന്ന് പറയുന്ന വളരെ ക്രിസ്പ് ആയിട്ടുള്ള അല്ലെ, ഷോർട്ട് ആയിട്ടുള്ള, എളുപ്പത്തിൽ പഠിച്ചെടുക്കാവുന്ന ആ ഒരു എസ്സേ നമ്മൾ പഠിക്കും. അതാണ് ആദ്യത്തെ ഡേക്ക് അലോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, വെൻ ഇറ്റ് കംസ് ടു സെക്കൻഡ് ഡേ, രണ്ടാമത്തെ ദിവസം നമ്മൾ എന്താണ് പഠിക്കാനായിട്ട് പോകുന്നത്, ബേക്കണ്ടേത് തന്നെ മറ്റ് 2 എസ്സേസ് നമുക്ക് അവിടെ പഠിക്കാനായിട്ടുണ്ട് അല്ലെ. അതായത് ഓഫ് മാരേജ് ആൻഡ് സിംഗിൾ ലൈഫും ഉണ്ട്, അതുപോലെ ഓഫ് ട്രൂത്തും ഉണ്ട്. ഓക്കെ, അതായിരിക്കും നമ്മൾ സെക്കൻഡ് ഡേ പഠിച്ചെടുക്കുന്നത്. ലൈക്ക് ജോൺ ഡണ്ണിന്റെ കാനനൈസേഷൻ അല്ലെ, കാനനൈസേഷൻ എന്നുള്ള ആ ഒരു പോം, എഡ്ഗർ അലൻ പോയുടെ ദ റാവൻ. ഓക്കെ, ഈ പോംസ് എല്ലാം തന്നെ വളരെ ചെറിയ പോംസ് ആണ്, നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന പോംസ് ആണ്. അതപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ തേർഡ് ഡേയിലോട്ട് പോകുന്ന സമയത്ത് മയ അഞ്ജലിയുടെ ഫിനോമിനൽ വുമൺ, അതുപോലെ സരോജിനി നായിഡുയുടെ കൊറമാൻഡൽ ഫിഷേഴ്സ്, ഓക്കെ, കമലാദാസിന്റെ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്, അതുപോലെ ഫ്രീക്സ്. ഇവയൊന്നും നിങ്ങൾക്ക് പഠിച്ചെടുക്കുന്നതിന് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാത്ത പോംസ് ആണ്, വളരെ ചെറുതാണ് അല്ലെ. കമലാദാസിന്റെ ഒക്കെ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ഒക്കെ എളുപ്പത്തിൽ നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന, എൻജോയ് ചെയ്ത് വായിക്കാൻ പറ്റുന്ന പോംസ് ആണ്. നാലാമത്തെ ദിവസത്തേക്ക് പോകുമ്പോൾ നമ്മൾ അവിടെ ബാലറ്റ്സ് ആണ് നോക്കുന്നത്, പാട്രിക് സ്പെൻസിന്റെയും ഷെവി ചേസ്. ഓക്കെ, അതുപോലെ ഷേക്സ്പിയറിന്റെ സോണറ്റ്സും നമ്മൾ നീക്കി വെച്ചിരിക്കുന്നത് 4ാമത്തെ ദിവസത്തേക്കാണ്. ഓക്കെ, അപ്പൊ ഷേക്സ്പിയറിന്റെ സോണറ്റ്സ് നമുക്ക് പഠിക്കാനായിട്ട് 18th, 30th, 116 പറയുന്ന 3 സോണറ്റ്സ് ആണ് അവിടെ പഠിക്കാനായിട്ടുള്ളത്. അപ്പം അവ 3ഉം ഒന്നിച്ച് ആസ് എ ക്ലസ്റ്റർ ഓഫ് സോണറ്റ് നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഡേ 5ലോട്ട് പോകുന്നു. തോമസ് ഗ്രേയുടെ എലിജി റിട്ടൺ എ കൺട്രി ചർച്ച് യാർഡ്, നമുക്കൊക്കെ അറിയാവുന്ന HSCക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലെ ആ ഒരു എലിജി നമ്മൾ ഡേ 5 നോക്കും. ലൈക്ക് വൈസ് ജോൺ കീറ്റ്സിന്റെ ഓ ടു എ നൈറ്റിംഗേൽ, അതും നമുക്ക് പരിചയമുള്ള ഒരു പോമാണ്. സോ അതും നമ്മൾ ഡേ 5ലോട്ട് മാറ്റിവെക്കുന്നു. ഓക്കെ,
ഇനി ഡേ 6 എത്തുന്ന സമയത്ത് നമ്മൾ PB ഷെല്ലിയുടെ ഓ ടു ദ വെസ്റ്റ് വിൻഡിലോട്ട് പോകും അല്ലെ. അതുപോലെ സാമുവൽ കോളറിഡ്ജിന്റെ കുബ്ല ഖാൻ, ഇവയും നമുക്ക് പരിചയമുള്ള പോംസ് ആണ്. സോ എളുപ്പത്തിൽ നമുക്കത് പഠിച്ചെടുക്കാം. സോ ബുദ്ധിമുട്ട് വരാത്ത രീതിക്ക് നമുക്ക് ഡേ 6 കടന്നു പോകും. ഡേ 7 എത്തുമ്പം ലൈക്ക് ആൻഡ്രൂ മാർവെലിന്റെ ടു ഹിസ് കോയ് മിസ്ട്രസ്, ഓക്കെ, ആ ഡ്രമാറ്റിക് മോണോലോഗ് വരുന്ന അല്ലെ ടു ഹിസ് കോയ് മിസ്ട്രസ് എന്നുള്ള ആൻഡ്രൂ മാർവെലിന്റെ ആ ഒരു പർട്ടിക്കുലർ പോം നമ്മൾ പഠിക്കും. അതുപോലെ ലോർഡ് ടെന്നിസന്റെ യുലിസസ് അല്ലെ, യുലിസസ് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഓപ്റ്റിമിസം തുളുമ്പുന്ന അല്ലെ ആ ഒരു വർക്ക് ആയിട്ടുള്ള യുലിസസ് നമ്മൾ പഠിക്കും. അതുപോലെ ലോട്ടസ് ഈറ്റേഴ്സും, ഓക്കെ, അദ്ദേഹത്തിന്റെ ടെന്നിസന്റെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ് ലോട്ടസ് ഈറ്റേഴ്സ്. അപ്പോൾ അതും നമ്മൾ അന്ന് പഠിച്ചെടുക്കും. അന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരാഴ്ച അല്ലെ നമ്മൾ പഠിച്ചെടുത്ത കാര്യങ്ങൾ റിവ്യൂ ചെയ്യുക എന്നുള്ളതാണ്. സോ ആ ഒരു റിവ്യൂ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ദിവസമായിരിക്കും, 7th ഡേ ആയിരിക്കും. അന്ന് നമ്മൾ ഈ പഠിച്ച മുഴുവൻ വർക്ക്സിൻ്റെയും MCQs ആയിരിക്കും നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ വർക്ക് പഠിക്കുന്ന സമയത്തും ആ പഠിച്ച വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് നോട്ട് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് റിലേറ്റഡ് ആയിട്ടുള്ള MCQs ഈ ഒരു ഫൈനൽ ഡേ 7th ഡേ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അങ്ങനെ 7 days കഴിഞ്ഞു, 1 week നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നൗ വി ആർ മൂവിങ് ഓൺ ടു week 2. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ വീക്കിൽ നമുക്ക് എന്തൊക്കെയാ പഠിച്ചെടുക്കേണ്ടത് എന്നുള്ളത് നോക്കാം. 8th ഡേ നമ്മൾ റോബർട്ട് ഫ്രോസ്റ്റിലേക്ക് പോകുന്നു. ആളുടെ ഹോംബറിയലാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി HSAക്ക് പ്രിപ്പയർ ചെയ്ത ഒരാളാണെങ്കിൽ നമുക്കത് അറിയാമായിരിക്കും അല്ലെ, നമ്മൾ പഠിച്ച ഒരു വർക്കാണ്, എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു വർക്കുമാണ്. ഓക്കെ, അതിന്റെ കൂടെ തന്നെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വാലസ് സ്റ്റീവൻസിന്റെ സൺഡേ മോർണിംഗ് എന്ന് പറയുന്ന വർക്കാണ്. ഇവിടെ week 2 നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? നമ്മുടെ ആ ഒരു ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ് തൊട്ട് തുടങ്ങി നമുക്ക് പഠിക്കാനായിട്ടുള്ള ലിംഗ്വിസ്റ്റിക്സിന്റെ ഭാഗം അല്ലെ, അതിൽ വരുന്ന ടോപ്പിക്സ് കൂടി നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ലിറ്ററേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പാർട്ട് നമ്മൾ കവർ ചെയ്യും, അതുപോലെ ലിംഗ്വിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള പാർട്ടും നമുക്ക് കവർ ചെയ്ത് പോകും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ് അതിൽ വരുന്ന ഓൾഡ് ഇംഗ്ലീഷ്, മിഡിൽ ഇംഗ്ലീഷ്, മോഡേൺ ഇംഗ്ലീഷ് എന്നുള്ള ആ ഒരു ഭാഗമായിരിക്കും നമ്മളിവിടെ കവർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഡേ 9 പോകുന്നു. അവിടെ ഡിലാൻ തോമസിന്റെ ഫോം ഇൻ ഒക്ടോബർ എന്ന് പറയുന്ന ഫോം വരുന്നുണ്ട് അല്ലെ, അത് നമ്മൾ പഠിക്കും. അതേ ദിവസം തന്നെ ഫിലിപ്പ് ലാർക്കിന്റെ ചേർച്ച് ഗോയിങ്, വളരെ ഫേമസ് ആയിട്ടുള്ള ചേർച്ച് ഗോയിങ് നമ്മൾ പഠിക്കും. അതുപോലെ ലിംഗ്വിസ്റ്റിക്സിന്റെ ഭാഗമായിട്ട് വരുന്ന ഫോണറ്റിക്സ് ആൻഡ് ഫോണോളജി എന്ന് പറയുന്ന ഭാഗം, അതിൽ വരുന്ന സബ് ടോപ്പിക്സ് ആയിട്ടുള്ള ജനറൽ ഫോണറ്റിക്സ്, ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ, അതുപോലെ സ്ട്രെസ് ആൻഡ് ഇന്റോണേഷൻ, ഈ ഭാഗങ്ങളായിരിക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാവുക. ഈ ഭാഗം കഴിയുന്നതോടുകൂടി ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് ഫോണറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഉറപ്പുവരുത്തണം. ഓക്കെ, നൗ വി ആർ മൂവിങ് ഓൺ ടു ഡേ 10. 10ാമത്തെ ദിവസം നമ്മൾ എന്തായിരിക്കും പഠിക്കുക? WB Yeatsന്റെ ദ സെക്കൻഡ് കമ്മിങ് അല്ലെ, വളരെ ഫേമസ് ആയിട്ടുള്ള, തൊട്ട് മുന്നേ കഴിഞ്ഞ HSSTക്ക് പോലും അല്ലെ ലൈക്ക് ക്വസ്റ്റ്യൻ വന്ന ദ സെക്കൻഡ് കമ്മിങ് എന്ന് പറയുന്ന പോം ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുപോലെ തന്നെ സെയിലിംഗ് ടു ബൈസാന്തിയം, അത് രണ്ടും കോമൺ ആയിട്ട് സിമിലർ ആയിട്ടുള്ള തീമാറ്റിക് റെപ്രസെന്റേഷൻസ് വരുന്നുണ്ടോ അല്ലെ, എന്തൊക്കെ സിമിലർ ആയിട്ടുള്ള ആസ്പെക്ട്സ് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ പഠിക്കും. പിന്നെയോ അതിനുശേഷം നമ്മൾ ലിംഗ്വിസ്റ്റിക്സിലോട്ട് പോവും. അവിടെ നമ്മൾ അന്ന് പഠിക്കുന്നത് അല്ലെ 10th ഡേ പഠിക്കുന്ന എന്താണ്? മോർഫോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. അവിടെ വരുന്നത് ട്രഡീഷണൽ ഗ്രാമർ വരുന്നുണ്ട് അല്ലെ, മോഡേൺ ഗ്രാമർ വരുന്നുണ്ട്, ഫോം ക്ലാസ് വേർഡ്സ്, ഫംഗ്ഷൻ ക്ലാസ് വേർഡ്സ്, ഫാലസീസ്, അല്ലെ, സ്ട്രക്ചറലിസം പോലെയുള്ള സബ് ടോപ്പിക്സ് ആണ് അവിടെ വരുന്നത്. അപ്പൊ നമ്മളിവിടെ ലിറ്ററേച്ചർ പാർട്ടിൽ കുറച്ചൊന്ന് ട്രിം ചെയ്തതിന് ശേഷം അല്ലെ, വളരെ ചെറിയൊരു ഭാഗം മാത്രം നമ്മൾ പഠിച്ചുകൊണ്ട് അല്ലെ ദ സെക്കൻഡ് കമ്മിങ് ആൻഡ് സെയിലിംഗ് ടു ബൈസാന്തിയം മാത്രം നോക്കിക്കൊണ്ട് ബാക്കിയുള്ള മുഴുവൻ സമയവും നമ്മൾ എന്തിന് യൂസ് ചെയ്യുന്നു, യൂട്ടിലൈസ് ചെയ്യുന്നു? ഈ പറയുന്ന മോർഫോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ പഠിക്കാനായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മൾ ഡേ 10 സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ 11th ഡേയിലോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ പഠിക്കാനായിട്ടുള്ളത് സിൽവിയ പ്ലാത്തിന്റെ ഡാഡിയാണ്. അത് നമുക്കറിയാം, വളരെ ലൈക്ക് സിമ്പിൾ ആയിട്ടുള്ള അല്ലെ ആ ഒരു ഫോം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള, HSAക്ക് പ്രിപ്പയർ ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഫോമാണ് സിൽവിയ പ്ലാത്തിന്റെ ഡാഡി. ടെഡ് ഹ്യൂസിന്റെ തോട്ട് ഫോക്സ് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ. തോട്ട് ഫോക്സ് എങ്ങനെയാ പോയറ്റിക് ഇൻസ്പിറേഷൻ അദ്ദേഹം ഒരു ഫോക്സിന്റെ രൂപത്തിൽ അല്ലെ കണക്ട് ചെയ്യുന്നു എന്നുള്ള ആ ഒരു കാര്യമായിരിക്കും നമ്മൾ ഡേ 11 പഠിക്കുന്നുണ്ടാവുക. ഓക്കെ, സോ ഡാഡി,
തോട്ട് ഫോക്സ്, അതുപോലെ ലിംഗ്വിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ട് വരുന്ന സിൻടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ. എന്തൊക്കെയാണത്? PS ഗ്രാമർ വരുന്നുണ്ട് അല്ലെ, TS ഗ്രാമർ, TG ഗ്രാമർ വരുന്നുണ്ട്, അതുപോലെ ഡീപ് സ്ട്രക്ചർ, സർഫസ് സ്ട്രക്ചർ, ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിംഗ്വിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കോൺസെപ്റ്റ്സ് ഈ ഡേ 11 നമ്മൾ പഠിക്കുന്നുണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ചോംസ്കിയുടെ ട്രേസ് തിയറി എന്ന് പറയുന്നത്. ലൈക്ക് വൈസ് കേസ് ഗ്രാമർ, അതുപോലെ സിസ്റ്റമിക് സ്ട്രാറ്റിഫിക്കേഷൻ, ടാക്മിൻസ് പറയുന്ന ഇങ്ങനെയുള്ള ലൈക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിംഗ്വിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സും നമ്മൾ അന്ന് കവർ ചെയ്യും. ഓക്കെ, നൗ ഡേ 12 പോകുന്ന സമയത്ത് കാരൽ ആൻഡ് ഡഫിയുടെ ആൻ ഹത്താവേ എന്ന് പറയുന്ന വർക്ക് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യും. അതുപോലെ തോം ഗണിന്റെ അല്ലെ, മൂവ്മെന്റ് പോയറ്റ് ആയിട്ടുള്ള തോം ഗണിന്റെ ഓൺ ദ മൂവ് എന്ന് പറയുന്ന വർക്ക് ആയിരിക്കും അന്ന് നമ്മൾ പഠിക്കുന്നുണ്ടാവുക. ഓക്കെ, അതിന്റെ കൂടെ തന്നെ സെമാൻറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സും നമ്മൾ കവർ ചെയ്ത് പോകും. ലെക്സിക്കൽ സെമാൻറ്റിക്സും മെറ്റഫറും ഫിഗർ ഓഫ് സ്പീച്ചും ഒക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതാണ് നിങ്ങൾ അവിടെ കവർ ചെയ്ത് പോകേണ്ട ഭാഗം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡേ 13 പോകുന്നു. അവിടെ വരുന്നത് ഏതാണ്? WH ഓർഡൻ ആണ് അല്ലെ. ഓർഡന്റെ ഇൻ മെമ്മറി ഓഫ് WB യേറ്റ്സ് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള വർക്കാണ് നമ്മൾ അവിടെ പഠിക്കുന്നുണ്ടാവുക. അതിന്റെ കൂടെ തന്നെ ലിംഗ്വിസ്റ്റിക്സിന്റെ സബ് ഡിവിഷൻസ് ആയിട്ട് വരുന്ന സൈക്കോ ലിംഗ്വിസ്റ്റിക്സ്, അതുപോലെ തന്നെ ലൈക്ക് നമ്മുടെ സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് അല്ലെ, ആ 2 ഭാഗങ്ങളും നമ്മൾ അവിടെ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഈ സമയത്ത് ഈ 2 ഭാഗങ്ങൾ പഠിക്കാനായിട്ട് വളരെ കുറച്ച് സമയം മാത്രമേ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരികയുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിവിടെ തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു സെഗ്മെന്റ് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ കോമ്പൻസേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നൗ നമ്മൾ 14th ഡേയിലോട്ട് പോകുന്നു. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അല്ലെ നമ്മൾ റിവ്യൂ ചെയ്യും. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കീ പോയിന്റ്സ് നോട്ട് ചെയ്യും. അത് റിലേറ്റഡ് ആയിട്ടുള്ള MCQs നമ്മൾ സോൾവ് ചെയ്യും. അതിന്റെ കൂടെ നമ്മൾ അന്ന് പഠിക്കാനായിട്ട് പോകുന്നത് എഡ്മണ്ട് സ്പെൻസറിന്റെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെഡിങ് ഓഡ് ആയിട്ടുള്ള എപ്പിത്തലാമിയൻ ആണ്. ഓക്കെ, അപ്പോൾ ആ എപ്പിത്തലാമിയൻ എന്നുള്ള ആ ഒരു പോം നിങ്ങൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡേ 14 പഠിക്കും. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഡേ 15 എത്തി അല്ലെ. ഡേ 15 നമ്മൾ അവിടെ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ്? വില്യം വേർഡ്സ്വർത്തിനെ കുറിച്ചാണ് അല്ലെ. അദ്ദേഹത്തിന്റെ ഇമ്മോർട്ടാലിറ്റി ഓഡിനെ കുറിച്ചാണ്. സോ നിങ്ങളത് അവിടെ സ്റ്റാർട്ട് ചെയ്ത്, നമുക്കറിയാം ഇമ്മോർട്ടാലിറ്റി ഓഡ് എന്ന് പറയുന്ന കുറച്ചധികം വലിയ ഒരു ഓഡാണ്, വലിയ പോമാണ്. സോ 11 സെക്ഷൻസ് ഒക്കെ വരുന്ന ഒരു പോമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കത് ആ ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പൊ നമ്മളത് അതിന്റെ ഒരു പാർട്ട് 1 നമ്മൾ അവിടെ കവർ ചെയ്യുന്നു. എന്നിട്ട് ELTയിലോട്ട് നമ്മൾ പോവാണ്. ഓക്കെ, അപ്പൊ ലിംഗ്വിസ്റ്റിക്സ് നമ്മൾ അവിടെ കവർ ചെയ്തു. നേരെ നമ്മൾ പോകുന്നത് ELTയിലോട്ടാണ്. അപ്പൊ അവിടെ നമ്മൾ ELT റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആയിട്ടുള്ള ESL, EFL അല്ലെ, മദർ ടങ് ഇന്റർഫറൻസ് പോലെയുള്ള കോൺസെപ്റ്റ്സ് ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക. ഓക്കെ, ഇനി ഡേ 16 പോകുന്നു. അവിടെ നമുക്ക് ഇപ്പം പഠിച്ച ഇമ്മോർട്ടാലിറ്റി ഓഡ് കംപ്ലീറ്റ് ആയിട്ടില്ല അല്ലെ. കഴിഞ്ഞ ദിവസം പകുതിക്ക് വെച്ച് നിർത്തിക്കുവാണ് നമ്മൾ. അതെന്ത് ചെയ്യും? നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് പഠിക്കും? മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് പഠിക്കും അല്ലെ. മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് വരുന്നുണ്ട്, ഡയറക്റ്റ് മെത്തേഡ് വരുന്നുണ്ട്, ഓഡിയോ വിഷ്വൽ മെത്തേഡ് വരുന്നുണ്ട്, അതുപോലെ സജസ്റ്റോപീഡിയ, അതുപോലെ കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് പോലെയുള്ള സബ് ടോപ്പിക്സ് ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. ഇതിൽ നമ്മൾ മാക്സിമം ഈ ഒരു ദിവസമാണ് പഠിച്ചെടുക്കാൻ പോകുന്നത്. കാരണം എന്താ, ഈ ഒരു ഭാഗത്ത് നമുക്ക് ആകെ പഠിക്കാനുള്ളത് ആ ഒരു ഇമ്മോർട്ടാലിറ്റി ഓഡിന്റെ ഒരു സെക്ഷൻ മാത്രമാണ്, ഒരു ഭാഗം മാത്രം അല്ലെ. അപ്പൊ അതിനുശേഷം മുഴുവൻ സമയവും നമ്മൾ എന്തിന് ചിലവഴിക്കും? ഈ പറയുന്ന ELT റിലേറ്റഡ് ആയിട്ടുള്ള മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എന്നുള്ള ഒരു ഭാഗം പഠിക്കാനായിട്ട് നമ്മൾ ലൈക്ക് സ്പെൻഡ് ചെയ്യും. ഓക്കെ, നൗ വി ആർ മൂവിങ് ഓൺ ടു ഡേ 17. അപ്പൊ 17ാമത്തെ ദിവസം നമ്മൾ എന്താ പഠിക്കുക? ലോർഡ് ബൈറന്റെ ദ പ്രിസണർ ഓഫ് ചില്ലൻ എന്ന് പറയുന്ന അല്ലെ, റൊമാൻറ്റിക് പോയറ്റ്സ് എന്നുള്ള വിഭാഗത്ത് വരുന്ന ലൈക്ക് വർക്ക്സ് ആണ്. ഓക്കെ, ദ പ്രിസണർ ഓഫ് ചില്ലൻ പഠിക്കും. അപ്പൊ അതിന്റെ കൂടെ ലേണിംഗ് തിയറീസ് കൂടിയായിരിക്കും നമ്മൾ പഠിക്കുന്നുണ്ടാവുക. അതിൽ ഏതൊക്കെ വരുന്നുണ്ട്? നമുക്കറിയാം, ബിഹേവിയറിസം വരുന്നുണ്ട് അല്ലെ, കോഗ്നിറ്റീവിസം വരുന്നുണ്ട്, കൺസ്ട്രക്റ്റീവിസം വരുന്നുണ്ട്. സോ ഈ തിയറീസ് ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന തിയറീസ് ആയിരിക്കും അല്ലെ. അപ്പോൾ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആസ്പെക്ട്സ് ആയിരിക്കും നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് മാത്യു അർണോൾഡിന്റെ ഡവർ ബീച്ചിലേക്കാണ് അല്ലെ. ഡവർ ബീച്ച്, അതുപോലെ സ്കോളർ ജിപ്സി അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോംസ് ആരുടേതായിട്ട് വരുന്നുണ്ട്? അർണോൾഡിൻ്റെതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ പഠിച്ചെടുക്കും. അതിന്റെ കൂടെ ഈ ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ലേണർ ഫാക്ടേഴ്സും ടീച്ചിങ് എയ്ഡ്സും
ICTയും കൂടെ നമ്മൾ പഠിച്ചെടുക്കും. എളുപ്പത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണത്. അതുകൊണ്ട് തന്നെ അത്ര ബേർഡൻ ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യില്ല. ഓക്കെ, ടീച്ചിങ് എയ്ഡ്സ് ഒക്കെ നമുക്ക് അറിയുന്നത് തന്നെയാണ്. സോ ഏതൊക്കെയാണ് ടീച്ചിങ് എയ്ഡ്സ് ആയിട്ട് വരുന്നത്, ICT ഇന്റഗ്രേഷൻ ഇങ്ങനെ വരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, ഇനി ഡേ 18 പോകുന്നു. 18 നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് റോബർട്ട് ബ്രൗണിങ്ങിന്റെ ആൻഡ്രിയ ഡെൽ സാർട്ടോ ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലെ ആ ഒരു ലൈക്ക് ഡ്രമാറ്റിക് മോണോലോഗ് വരുന്ന ഒരു വർക്കാണ് ആൻഡ്രിയ ഡെൽ സാർട്ടോ. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യാനായിട്ട് പോകുന്നത് ടൈപ്സ് ഓഫ് ടെസ്റ്റ് എന്ന് പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന എന്തൊക്കെയായിരിക്കും പഠിച്ചെടുക്കാനായിട്ട് ഉണ്ടാവുക. ടൂൾസ് ഫോർ ഇവാലുവേഷൻ വരുന്നുണ്ട് അല്ലെ, അതുപോലെ എറർ അനാലിസിസ് വരുന്നുണ്ട്, റെമഡിയൽ ടീച്ചിങ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആയിരിക്കും നമ്മൾ അവിടെ പഠിക്കുന്നുണ്ടാവുക. അതും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ഡേ 19 പോകുന്നു. 19 എന്താ നമ്മൾ പഠിക്കുന്നത്, GM ഹോപ്കിൻസിനെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. അവിടെ ദ ഫൈറ്റ് ബ്യൂട്ടി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക് നമ്മൾ ഡീൽ ചെയ്യും. പിന്നെയോ അതിന്റെ കൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെ വർക്ക് ആയിട്ടുള്ള അരിസ്റ്റോട്ടലിന്റെ പോയറ്റിക്സ് ആണ്. പോയറ്റിക്സ് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. സോ അരിസ്റ്റോട്ടലിന്റെ പോയറ്റിക്സ് നമ്മൾ പഠിക്കും. അതിന്റെ കൂടെ തന്നെ നമുക്കറിയാവുന്ന വേർഡ്സ്വർത്തിന്റെ പ്രിഫേസ് ടു ലിറിക്കൽ ബാലൻസ് നമ്മളൊന്ന് ബ്രഷപ്പ് ചെയ്യും അല്ലെ. ഇത് രണ്ടും നമുക്ക് അറിയാവുന്ന നമ്മൾ പഠിച്ചിട്ടുള്ളതാ അല്ലെ. അപ്പം പ്രിഫേസ് ടു ലിറിക്കൽ ബാലൻസും പോയറ്റിക്സും നമ്മൾ അവിടെ കംപ്ലീറ്റ് ചെയ്യും. പിന്നെയോ ഫിലിപ്പ് സിഡ്നിയുടെ ആൻ എപ്പോളജി ഫോർ പോയട്രി എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കും നമ്മൾ അവിടെ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ഡേ 19 അങ്ങനെ കഴിഞ്ഞു. ഇനി നമ്മൾ ഡേ 20 പോവാണ്. അവിടെ നമ്മൾ പഠിക്കുന്നത് ഡണ്ണിനെയാണ്, ജോൺ ഡൺ. ഓക്കെ, ജോൺ ഡണ്ണിന്റെ ബാറ്റ് മൈ ഹാർട്ട് എന്ന് പറയുന്ന അല്ലെ, ബാറ്റ് മൈ ഹാർട്ട് എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോം ആണ് നമ്മളന്ന് ഡിസ്കസ് ചെയ്യുക, അന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. പിന്നെയോ കോൾറിഡ്ജിന്റെ ബയോഗ്രഫിയ ലിറ്ററാറിയ എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ വർക്ക് ഉണ്ട് അല്ലെ. അതിൽ ചാപ്റ്റർ 14 നമ്മൾ മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു വർക്കാണ് അല്ലെ. അപ്പൊ ഇത് നമ്മൾ ഒന്ന് ബ്രഷപ്പ് ചെയ്യും. അതുപോലെ തന്നെ മിൽട്ടന്റെ ലിസിഡാസ് അല്ലെ, പാസ്റ്ററൽ എലിജി ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു ലൈക് പോം അല്ലെ, മിൽട്ടന്റെ ലിസിഡാസും നമ്മൾ ഡേ 20 കവർ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അതുപോലെ വിർജീനിയ വുൾഫിന്റെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് എഴുതിയിട്ടുള്ള ആ ഒരു റൈറ്റിംഗ് ഉണ്ട് അല്ലെ, ആ ഒരു എസ്സേ ഉണ്ട്, എന്താണ് ആ റൂം ഓഫ് വൺസ് ഓൺ അല്ലെ. അതും നമ്മൾ അന്നാണ് ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ പഠിച്ചെടുക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ ഡേ 20 അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ വർക്ക്സ് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഡേ 21 പോകുന്നു. നേരെ മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റിലോട്ടാണ് പോകുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് ബുക്ക് 9 ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഈ പാരഡൈസ് ലോസ്റ്റ് ബുക്ക് 9 എന്ന് പറയുന്നത് ചെറിയ ഒരു വർക്ക് അല്ല അല്ലെ, എപ്പിക് സ്കോപ്പ് ഉള്ളതാണ്. സോ നല്ലോണം വലുതാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ഒരു ഭാഗം നമ്മൾ എന്ന് പഠിക്കും, ഡേ 21 പഠിക്കും. മുഴുവനായിട്ടും ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് അല്ല അത്. ഓക്കെ, ഇനി അതിന് ശേഷം ഒരു ഭാഗം നമ്മൾ അവിടെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പോകുന്ന എങ്ങോട്ടാണ്, നോർത്ത് ഫ്രൈഡേ ആർക്കിടൈപ്സ് ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ആ ഒരു വർക്കിലോട്ട്. ഓക്കെ, അത് ലൈക്ക് അത്ര ലെങ്തിയർ ആയിട്ടുള്ള ഒന്നല്ല. ഓക്കെ, നീളമുള്ളതല്ല. നമുക്ക് എളുപ്പത്തിൽ വായിച്ച് അതിന്റെ എസെൻസ് മാത്രം നോട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു വർക്കാണ് ഫ്രൈഡേ ആർക്കിടൈപ്സ് ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളത് കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെ അന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, വീക്ക്ലി റിവിഷൻ ചെയ്യുന്നു. അപ്പൊ ആ ഒരു വീക്ക് മുഴുവനായിട്ട് നമ്മൾ പഠിച്ച കാര്യം അല്ലെ, MCQs പ്ലസ് ആ ഒരു ലൈക്ക് കീവേഡ് അല്ലെ ഏതൊക്കെയാണെന്നുള്ളത് കൺസോൾഡേറ്റ് ചെയ്യുന്ന പരിപാടി അത് നമ്മൾ എന്ത് ചെയ്യുന്നു, അന്നത്തെ ദിവസം ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത ദിവസത്തോട്ട് പോവാം. ഇനി നമ്മൾ നേരെ പോകുന്നത് ഡേ 27 ഓക്കെ, അപ്പൊ ഡേ 27 നമ്മൾ എന്താ പഠിക്കുന്നേ, മർലോ അല്ലെ, ക്രിസ്റ്റഫർ മർലോയുടെ ഡോക്ടർ ഫോസ്റ്റസ് എന്ന് പറയുന്ന വർക്കാണ് നമ്മൾ പിന്നെ പഠിക്കാനായിട്ട് പോകുന്നത് അല്ലെ. റിനൈസൻസ് ട്രാജഡി ആയിട്ടുള്ള ഡോക്ടർ ഫോസ്റ്റസ് എന്ന് പറയുന്നത് 5 ആക്ടുള്ള പ്ലേ ആണ്. അത് നമുക്ക് ഒരു ദിവസം കൊണ്ട് തീരുന്ന പരിപാടിയല്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആദ്യത്തെ ഒരു ഭാഗം അതായത് ഏകദേശം ആക്ട് ലൈക്ക് 1 to 3 വരെ ഉള്ളത് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ദിവസം ഡേ 27 നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഇനി പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു ആക്ട് കൂടി നിങ്ങൾക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യാം. അതിനുശേഷം അതിന്റെ കൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ദ കോൺഷ്യസ് ആൻഡ് ദ അൺകോൺഷ്യസ് എന്ന് പറയുന്ന, ദ ഇഡ് ആൻഡ് ദ ഈഗോ എന്ന് പറയുന്ന, ദ ഈഗോ ആൻഡ് ദ സൂപ്പർ ഈഗോ എന്ന് പറയുന്ന, ബിയോണ്ട് ദ പ്ലഷർ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക്സ് ആണ്. ഓക്കെ, അപ്പൊ അതവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ദെൻ വി ആർ മൂവിങ് ഓൺ ടു 28, ഡേ 28. അപ്പൊ നമുക്ക് ക്രിസ്റ്റഫർ മർലോയുടെ ഡോക്ടർ ഫോസ്റ്റസ് അവിടെ തീരാത്തത് ഓക്കെ നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു. അതിന്റെ കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന എന്താണ്, നമ്മുടെ ഷേക്സ്പിയറുടെ 12th നൈറ്റ് ആണ്.
ഓക്കെ, അപ്പൊ 12th നൈറ്റ് നമ്മൾ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെ. ആ 12th നൈറ്റും ഇതുപോലെ തന്നെയാണ്, നമുക്ക് ഒറ്റയടിക്ക് ഇരുന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് അല്ല ഈ പറയുന്ന ലൈക്ക് ഷേക്സ്പിയറിന്റെ 12th നൈറ്റ്. അപ്പൊ നമ്മളത് പറ്റാവുന്ന അത്രയും ഓക്കെ, ഈവൻ ഹാഫ് ഓഫ് ദി പോർഷൻ ആക്ട് 1 and 2 നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു. അതുപോലെ ഹേബമാസിന്റെ മോഡേണിറ്റി ആൻഡ് ഇൻകംപ്ലീറ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്ന ഒരു എസ്സേ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ലൈക്ക് വൈസ് റെയ്മണ്ട് വില്യംസിന്റെ ട്രഡിഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഫോർമേഷൻസ് എന്ന് പറയുന്ന മറ്റൊരു വർക്കും നമുക്കവിടെ പഠിക്കാനായിട്ടുണ്ട്. ഇവ രണ്ടും വരുന്നത് കൾച്ചറൽ സ്റ്റഡീസിലാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അവ രണ്ടും നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിവിഷൻ വീണ്ടും അല്ലെ, കഴിഞ്ഞ ലൈക്ക് റിവിഷൻ നടത്തിയതിന് ശേഷം നമ്മൾ ഏതാണ്ട് വലിയ അല്ലെ 2 വർക്ക്സ് ആണ് കംപ്ലീറ്റ് ചെയ്യുന്നത് അവിടെ. അപ്പൊ അതിന് റിവിഷൻ ആവശ്യമാണ്, അത് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഡേയിലോട്ട് പോകുന്നു. അങ്ങനെ നമ്മൾ 22nd ഡേയിലെത്തി. ഓക്കെ, 22nd ഡേയിൽ എന്താണ് നമ്മൾ പഠിക്കുന്നത്, മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റ് ബുക്ക് 9 അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അല്ലെ, ഒരു ഭാഗം മാത്രമാണ് നമ്മൾ അവിടെ കംപ്ലീറ്റ് ചെയ്ത് നിർത്തിയത്. അത് നമ്മൾ ബാക്കി ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെയോ ക്ലിയാന്ത് ബ്രൂക്സിന്റെ ദ ലാംഗ്വേജ് ഓഫ് പാരഡോക്സ് എന്ന് പറയുന്ന ഒരു എസ്സേ ഉണ്ട്, അത് നമ്മളിവിടെ ലൈക്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ആദ്യം ഒരു ലിറ്ററേച്ചർ പ്ലസ് ഒരു എസ്സേ എന്നുള്ള രീതിക്ക് നമ്മളവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഡേ 23ലോട്ട് പോകുന്നു. അവിടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അലക്സാണ്ടർ പോപ്പിന്റെ റേപ്പ് ഓഫ് ദ ലോക്ക് എന്ന് പറയുന്ന ഒരു മോക്ക് എപ്പിക് പോം ആണ്. ഓക്കെ, അപ്പൊ അവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്കത് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു വർക്ക് അല്ല. ഓക്കെ, അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യും, ഹാഫ് ഓക്കെ, ആ ഒരു പോമിന്റെ 5 ഡിഫറെന്റ് സെഗ്മെന്റ്സ് ആണ് അത് വരുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ 3 നമ്മൾ അവിടെ കംപ്ലീറ്റ് ചെയ്യും. അതിന്റെ കൂടെ എഡ്മണ്ട് വിൽസന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള എസ്സേ ആയിട്ടുള്ള മാർക്സിസം ആൻഡ് ലിറ്ററേച്ചർ ഓക്കെ, അതാണ് നമ്മൾ അവിടെ കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മളത് അവിടെ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഡേ 24ലോട്ട് പോകുന്നു. നമ്മൾ അവിടെ പകുതിക്ക് വെച്ചിട്ടുള്ള ആ ഒരു റേപ്പ് ഓഫ് ദ ലോക്ക് എന്ന് പറയുന്ന മോക്ക് എപ്പിക് പോം അല്ലെ, അത് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിന്റെ കൂടെ നമുക്കറിയാവുന്ന എലൈൻ ഷോവാൾട്ടറിന്റെ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം ഇൻ വിൽഡർനെസ് എന്ന് പറയുന്ന ആ ഒരു ഫെമിനിസ്റ്റ് അല്ലെ നോഷൻസ്, കോൺസെപ്റ്റ്സ് പ്രൊപ്പൗണ്ട് ചെയ്യുന്ന ആ ഒരു വർക്കും നമ്മൾ അവിടെ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, നൗ വി ആർ മൂവിങ് ഓൺ ടു ഡേ 25. അവിടെ ജോൺ ഡ്രൈഡന്റെ മെക് ഫ്ലെക്നോ എന്ന് പറയുന്ന മറ്റൊരു മോക്ക് ഹീറോയിക് പോമാണ് അല്ലെ, ഷെയ്ഡ്വെലിന്റെ മോക്ക് ഹീറോയിക് പോമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. അതിന്റെ കൂടെ തന്നെ ഈ ഒരു പോം മാത്രം പോരാ നമുക്ക് അവിടെ അല്ലെ, അതിന്റെ കൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ജൊനാഥൻ സ്വിഫ്റ്റിന്റെ ബാറ്റിൽ ഓഫ് ദ ബുക്സ് ആണ്. ഓക്കെ, അപ്പൊ ബാറ്റിൽ ഓഫ് ദ ബുക്സ് എന്ന് പറയുന്ന വർക്കിന്റെ ഒരു ഓവർവ്യൂ ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, കംപ്ലീറ്റ് ആയിട്ട് വർക്ക് വായിക്കുക എന്ന് പറയുന്നത് ലൈക്ക് പോസിബിൾ അല്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ നിർബന്ധമായും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഓവർവ്യൂ മേക്ക് ചെയ്യേണ്ട ഒരു വർക്കാണ് ബാറ്റിൽ ഓഫ് ദി ബുക്സ്. ഓക്കെ, അതിനുശേഷം അതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഡെറിഡയുടെ അല്ലെ, ജാക്വസ് ഡെറിഡയുടെ ഡിഫറൻസ് എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ ലൈക്ക് എസ്സേയും നമ്മൾ ഡീൽ ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഡേ 26ലോട്ട് പോകുന്നു അല്ലെ. അപ്പോൾ നമ്മൾ ക്രിസ്റ്റഫർ മർലോയുടെ ആ ഡോക്ടർ ഫോസ്റ്റസ് അല്ലെ, ആ ഫോസ്റ്റസിന്റെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഓക്കെ, ബാക്കിയുണ്ടെങ്കിൽ ആക്സ് ഏതെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ബാക്കിയുണ്ടെങ്കിൽ അത് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും അല്ലെങ്കിൽ ഡീൽ ചെയ്യും. അതിന്റെ കൂടെ തന്നെ തീമാറ്റിക് റെപ്രസെന്റേഷൻസും സിംബോളിസവും അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ആസ്പെക്ട്സ് ആണ്. സോ അതായിരിക്കും നമ്മളിവിടെ 26th ഡേയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക, ലൈക്ക് നിങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിന്റെ കൂടെ കോൾ മാക്സിന്റെ ദ ഫെറ്റിഷിസം ഓഫ് കമ്മോഡിറ്റീസ് ആൻഡ് ദ സീക്രട്ട് ദെയറോഫ് എന്ന് പറയുന്ന ഒരു എസ്സേ നമ്മൾ ഡീൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു നമ്മൾ നേരെ 5th വീക്കിലോട്ട് പോവാണ്. അവിടെ നമുക്ക് നോക്കാനായിട്ടുള്ളത് ഡേ 29 ഇത് ഈ പറഞ്ഞ പോലെ 12th നൈറ്റിന്റെ അല്ലെ, നമ്മൾ ഹാഫ് ഓഫ് ദ പോർഷൻ അവിടെ നിർത്തിയിരിക്കുവാണ്. അപ്പൊ ബാക്കി നമുക്ക് ആക്ട്സ് 3 to 5 അല്ലെങ്കിൽ 4 and 5 നമുക്ക് ബാക്കി ഉണ്ടാവും. അതായിരിക്കും നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന്റെ കൂടെ സ്റ്റീഫൻ ഗ്രീൻബ്ലാറ്റിന്റെ ഷേക്സ്പിയർ ആൻഡ് ദ എക്സോസിസ്റ്റ് എന്ന് പറയുന്ന ഒരു എസ്സേ ഉണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ്സേ ആണ്. അതായിരിക്കും നമ്മൾ അവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. സോ വി ആർ കമ്പൈനിങ് ഷേക്സ്പിയർ ഓവർ ദേർ. അത് കഴിഞ്ഞ് 30th ഡേയിലോട്ട് പോകുന്നു. ഫൂക്കോയുടെ, മിഖേൽ ഫൂക്കോയുടെ 2 lectures from power or knowledge എന്ന് പറയുന്ന ഒരു എസ്സേയും അതുപോലെ ദ യൂണിറ്റീസ് ഓഫ് ഡിസ്കോഴ്സ് എന്ന് പറയുന്ന മറ്റൊരു എസ്സേയും നമ്മൾ അവിടെ പഠിക്കും. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞ് തോമസ് കിഡിന്റെ ദ സ്പാനിഷ് ട്രാജഡി എന്ന് പറയുന്ന വർക്കാണ് പിന്നീട് നമ്മൾ അവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അവിടെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുള്ള വർക്ക് വായിക്കണം എന്നുള്ള ഒരു നിർബന്ധമില്ല, ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ടു. ഓക്കെ, അപ്പൊ അവിടെ നമ്മളൊരു ഓവർവ്യൂ ഉണ്ടാക്കി എടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം എഡ്വേർഡ് സെയ്ദിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലെ ഓറിയന്റലിസം, ഇൻട്രൊഡക്ഷൻ ടു ഓറിയന്റലിസം എന്ന് പറയുന്ന വർക്കും നമ്മളവിടെ പഠിക്കും. ഓക്കെ,
അപ്പൊ ഏകദേശം ഇത്രയും ആവുന്ന സമയത്ത് 30 ദിവസം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു അല്ലെ. അപ്പൊ ഏകദേശം ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവും. ഓക്കെ, വിൽ ബി ഏബിൾ ടു ഫീൽ ദാറ്റ് കോൺഫിഡൻസ്. ഓക്കെ, ഏകദേശം ലിംഗ്വിസ്റ്റിക്സും ELTയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അല്ലെ. അതുപോലെ നമ്മൾ ആ കൾച്ചറൽ സ്റ്റഡീസ് ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, അതിന്റെ കൂടെ ലിറ്ററേച്ചറും നോക്കി പോകുന്നുണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, നൗ വി ആർ മൂവിങ് ഓൺ ടു ഡേ 31. അവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഷേക്സ്പിയറിന്റെ ഹാംലെറ്റ് ആണ്. അവിടെ ഹാംലെറ്റിൽ ആക്ട് 1 and 2 ഓക്കെ ആണ് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ അന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ആക്ട് 1 and 2 ആണ്. ദെൻ റിച്ചാർഡ് ഷെറീഡന്റെ ദ സ്കൂൾ ഫോർ സ്കാൻഡൽ എന്ന് പറയുന്ന ആ ഒരു വർക്കിന്റെയും ഓവർവ്യൂ ആണ് നമ്മൾ അവിടെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ഓക്കെ, എന്തൊക്കെ ഈവൻസ് നടക്കുന്നു അതൊക്കെ നമ്മൾ പോയിന്റ് ആയിട്ട് അവിടെ നോട്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഹെലൻ സിക്സുവിന്റെ ദ ലാഫ് ഓഫ് ദ മെഡിസ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേ, ഓക്കെ, എസ്സേ നമ്മൾ ഡീൽ ചെയ്യും. ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ ഡേ 31 കംപ്ലീറ്റ് ചെയ്യുക. നൗ വി ആർ മൂവിങ് ഓൺ ടു 32. അപ്പൊ അന്നത്തെ ദിവസം നമ്മൾ ഹാംലെറ്റിൽ ബാക്കി വെച്ച ഭാഗം കംപ്ലീറ്റ് ചെയ്യും. പിന്നെയോ അതിനുശേഷം ഓസ്കർ വൈൽഡിന്റെ ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏർണസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അല്ലെ. അപ്പൊ അത് നമുക്കറിയാവുന്ന അല്ലെ, ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു വർക്കാണ്. സ്റ്റിൽ നമ്മളത് കൃത്യമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു വർക്കും കൂടിയാണ്. സോ ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏർണസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ടോ ഡേ 33 നമ്മളത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അതുപോലെ ബ്യോൾഫ് എന്ന് പറയുന്ന അല്ലെ ആ ഒരു ആംഗ്ലോ സാക്സൺ പീരീഡിനൊക്കെ മുന്നേ വരുന്ന ആ ഒരു പോം വരുന്നുണ്ട് അല്ലെ. അപ്പോൾ ആ ഒരു പോം റിലേറ്റഡ് ആയിട്ടുള്ള ഓവർവ്യൂവും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ദിവസമാണ്. ഓക്കെ, അതുപോലെ ഈ സെഡ്വിക്കിന്റെ എപ്പിസ്റ്റമോളജി ഓഫ് ദ ക്ലോസറ്റ് എന്ന് പറയുന്ന ഒരു എസ്സേ ഉണ്ട്, അതും നമ്മൾ ഇവിടെ പഠിക്കും. ഓക്കെ, ദെൻ 34 പോകുന്നു. അവിടെ നമുക്ക് ഷോ അല്ലെ, നമ്മുടെ പിഗ്മാലിയൻ വരുന്നത് 34th ഡേ ആണ്. അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹാഫ് ഓഫ് ദ പോർഷൻ ആണ് നമ്മൾ അവിടെ നോക്കാനായിട്ട് പോകുന്നത് വെൻ ഇറ്റ് കംസ് ടു പിഗ്മാലിയൻ. ദെൻ ആ ഒരു ദിവസം തിയോഡർ അഡോർണോയുടെ കൾച്ചർ ഇൻഡസ്ട്രി റീകൺസിഡേർഡ് എന്ന് പറയുന്ന ആ ഒരു എസ്സേ നമ്മൾ ഡീൽ ചെയ്യും. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ 35th ഡേയിലോട്ട് പോകുന്നു. GB ഷോയുടെ പിഗ്മാലിയൻ നമ്മൾ അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു. സ്റ്റുവർട്ട് ഹാളിന്റെ എൻകോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേ നമ്മൾ അവിടെ പഠിക്കുന്നു. അന്നത്തെ ദിവസം വൈകുന്നേരം നമ്മൾ എന്ത് ചെയ്യുന്നു? റിവിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു അല്ലെ. ഇത്ര ദിവസങ്ങളായിട്ട് ഈ ഒരാഴ്ചയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുന്നു, MCQs വർക്ക്ഔട്ട് ചെയ്യുന്നു. ദെൻ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഡേ. 6th വീക്ക് ആയി അല്ലെ. അവിടെ നമ്മൾ 36th ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്കറിയാം GB ഷോയുടെ പിഗ്മാലിയനിലെ തീംസും അതുപോലെ സോഷ്യൽ കമന്ററിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായിരിക്കും നമ്മൾ ആ ദിവസം ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. ദെൻ അതേ ദിവസം നമ്മൾ ലോറ മൾവയുടെ വിഷ്വൽ പ്ലഷർ ആൻഡ് നെറേറ്റീവ് സിനിമ എന്ന് പറയുന്ന ആ ഒരു എസ്സേ ഡീൽ ചെയ്യും. ഓക്കെ, ദെൻ 37th ഡേ സാമുവൽ ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോദോ ആ ഒരു പ്ലേ നമ്മൾ വായിക്കും അല്ലെ. അവിടെ ആക്ട് 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. എന്നിട്ടോ ജൂഡിത്ത് ബട്ട്ലറുടെ സബ്ജക്ട് ഓഫ് സെക്സ്, ജെൻഡർ ആൻഡ് ഡിസയർ എന്ന് പറയുന്ന എസ്സേയും നമ്മളന്ന് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ദെൻ വി ആർ മൂവിങ് ഓൺ ടു 38th ഡേ. അവിടെ വെയിറ്റിംഗ് ഫോർ ഗോദോ നമുക്ക് സെക്കൻഡ് ആക്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. അതേപോലെ ജേല മെക്രോബിയുടെ പോസ്റ്റ് മോഡേണിസം ആൻഡ് പോപ്പുലർ കൾച്ചർ എന്ന് പറയുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എസ്സേയും നമ്മൾ പഠിച്ചെടുക്കും. Now we are moving on to day 39. അവിടെ വെയിറ്റിംഗ് ഫോർ ഗോദോയില് അബ്സഡിസ് തിയേറ്റർ അനാലിസിസ് ആണ് നമ്മൾ നടത്തുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലേ വായിച്ചത് കൊണ്ട് മാത്രമാവില്ല, അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്ട്സ് എന്തൊക്കെയാണ് അല്ലെ, തിയേറ്റർ ഓഫ് ദ അബ്സർഡ് എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് എങ്ങനെ റിലേറ്റഡ് ആയിട്ട് വരുന്നു എന്നുള്ളത് നമ്മൾ അവിടെ പഠിക്കും. അതുപോലെ തന്നെ കാരൽ ചർച്ചിലിന്റെ ടോപ്പ് ഗേൾസിന്റെ ഒരു ഓവർവ്യൂവും നമ്മൾ അന്ന് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെ നമ്മൾ 40th ഡേയിലെത്തി നിൽക്കുന്നു. TS എലിയറ്റിന്റെ മർഡർ ഇൻ ദ കത്തീഡ്രൽ എന്ന് പറയുന്ന പ്ലേ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആദ്യ ഭാഗം നമ്മൾ 40th ഡേ കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിന്റെ ആ ദിവസം ഉച്ചയ്ക്ക് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ആ പ്ലേയുടെ ബാക്കി ഭാഗം കൂടെ കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അന്നത്തെ ഒരു ദിവസം നിങ്ങൾ ഈ ഒരു പ്ലേക്ക് വേണ്ടി മാറ്റി വെക്കുക. അത് കംപ്ലീറ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നൗ വി ആർ മൂവിങ് ഓൺ ടു 41st ഡേ. അവിടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഹെറോൾഡ് പിന്ററിന്റെ ദ ബർത്ത്ഡേ പാർട്ടി എന്ന് പറയുന്ന ആ ഒരു അബ്സർഡിസ്റ്റ് ഡ്രാമയാണ്. ഓക്കെ, അപ്പം ആക്ട് 1 മുതൽ 3 വരെയുള്ള കാര്യങ്ങൾ നമ്മൾ അന്ന് പഠിച്ചെടുക്കും. അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ 40th ഉം 41st ഡേയിൽ നിങ്ങൾ പഠിക്കുന്നത് സെയിം ജോണറിൽ വരുന്ന വർക്കാണ്. സോ ഒബ്വിയസ്ലി യു വിൽ ബി ഏബിൾ ടു റിലേറ്റ് ആൻഡ് സ്റ്റഡി. ഓക്കെ, നമ്മൾ 42nd ഡേയിലോട്ട് പോകുന്നു. ജെയിംസ് സിംഗിന്റെ പ്ലേ ബോയ് ഓഫ് ദ വെസ്റ്റേൺ വേൾഡ് ആണ് നമ്മൾ അവിടെ പഠിക്കുന്നത്.
അത് ആക്ട് 1 to 3 നിങ്ങൾ അവിടെ കംപ്ലീറ്റ് ചെയ്യും. സോ നമ്മൾ അതിന്റെ കൂടെ വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. സോ ദാറ്റ് അത് കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കി കീവേഡ്സ് എഴുതുന്നതിന് നിങ്ങൾക്കത് ആ ഒരു ഫുൾ ടൈം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അതിന്റെ കൂടെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ആ ഒരാഴ്ച പഠിച്ച മുഴുവൻ കാര്യങ്ങളുടെ റിവിഷനാണ്. നൗ 7th വീക്കിലോട്ട് നമ്മൾ കടക്കുന്നു. അവിടെ നമുക്ക് വരുന്നത് 43rd and 44. ഓക്കെ, ഈ 2 ദിവസങ്ങളിലായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എംപറർ ജോൺസ് എന്ന് പറയുന്ന ജീൻ ഓനീലിന്റെ ആ ഒരു ബ്രില്യൻറ്റ് വർക്കാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം 45th ഡേ നമ്മൾ ടെനിസ വില്യംസിന്റെ ദ ഗ്ലാസ് മെനാജറി അല്ലെ ആ ഒരു വർക്കിലോട്ട് പോകുന്നു. അടുത്ത ദിവസവും നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നു. 47th ഡേ നമ്മൾ ടി.എസ്. എലിയറ്റിന്റെ വേസ്റ്റ് ലാൻഡിലോട്ട് കടക്കുന്നു. ഓക്കെ, അത് ഈ പറഞ്ഞതുപോലെ ഫസ്റ്റ് ടു 3 പാർട്സ് എന്നുള്ള രീതിക്ക് ആദ്യത്തെ ദിവസം കവർ ചെയ്യുന്നു. 48th ഡേ നമ്മൾ അതിന്റെ സെക്കൻഡ് പാർട്ടും കവർ ചെയ്യുന്നു. നൗ 49th ഡേ ഈ ഒരു പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ റിവൈസ് ചെയ്യുന്നു. അതിന്റെ കൂടെ നമ്മൾക്ക് ഓൾറെഡി പരിചയമുള്ള ആർതർ മില്ലറിന്റെ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ വർക്കിന്റെ ഓവർവ്യൂ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, നൗ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ഡേ. ഇപ്പോൾ 48th ഡേയില് നമ്മൾ പഠിക്കുന്നത് ഗിരീഷ് കർണാടിന്റെ നാഗമണ്ഡല എന്ന് പറയുന്ന പ്ലേ ആണ്. ഓക്കെ, അപ്പൊ നാഗമണ്ഡല എന്ന് പറയുന്ന പ്ലേ നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു ഇവിടെ 48th ഡേ ടി.എസ്. എലിയറ്റിന്റെ വേസ്റ്റ് ലാൻഡിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്ലേ ആണ് ഗിരീഷ് കർണാടിന്റെ നാഗമണ്ഡല. ദ വെരി നെക്സ്റ്റ് ഡേ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നാഗമണ്ഡലയുടെ ബാക്കിയുള്ള ഭാഗമാണ്. ഓക്കെ, അപ്പൊ അതിനു മുന്നേ നമ്മളിവിടെ പഠിച്ചിരിക്കുന്നത് എന്തായിരുന്നു? ലൈക്ക് ആർതർ മില്ലറിന്റെ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ ആണ്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ഈ ഗിരീഷ് കർണാടിന്റെ നാഗമണ്ഡല ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി പഠിച്ചെടുക്കും. ഇനി 49th ഡേ കഴിഞ്ഞ് 50th ഡേയിലോട്ട് എത്തുന്ന സമയത്ത് അല്ലെ നമ്മുടെ സ്റ്റഡി പ്ലാൻ ഏകദേശം ഹാഫ് ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു 50% നമ്മുടെ സ്റ്റഡി പ്ലാൻ കംപ്ലീറ്റ് ആവുന്നതോട് കൂടിയിട്ട് യുൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് അല്ലെ നമ്മുടെ ആ സിലബസിന്റെ മെജോറിറ്റി പോർഷൻസ് അല്ലെ ടോപ്പിക്സ് നമ്മൾ അവിടെ കവർ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പൊ 50th ഡേ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് മഹേഷ് ദത്താനിയുടെ ഡാൻസ് ലൈക്ക് എ മാൻ എന്ന് പറയുന്ന വർക്കാണ്. ഓക്കെ, അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്യപ്പെടുന്നത് ദ നെക്സ്റ്റ് ഡേ 51st ഡേ ആണ് നമ്മളത് കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതിൽ ലൈക്ക് ജെൻഡർ ആൻഡ് ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള തീംസും നമ്മളന്ന് പഠിച്ചെടുക്കും. വീണ്ടും 52nd ഡേയിലോട്ട് പോകുന്ന സമയത്ത് മഞ്ജുള പത്മനാഭന്റെ ഹാർവെസ്റ്റ് എന്ന് പറയുന്ന വർക്കാണ് നമ്മൾ പഠിച്ചെടുക്കുന്നത്. ഓക്കെ, 53rd ഡേ റിവ്യൂ നടത്തും നമ്മൾ അല്ലെ. അതിന്റെ കൂടെ തന്നെ വിജയ് ടെണ്ടുൽക്കറിന്റെ കോർട്ട് ഇസ് ഇൻ സെഷൻ എന്ന് പറയുന്ന വർക്കിന്റെ ഓവർവ്യൂ ആയിരിക്കും നമ്മൾ നേടിയെടുക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് 54th ഡേ. ഓക്കെ, ഇത്രയും ലൈക്ക് ദിവസങ്ങൾ നമ്മൾ വളരെ ടൈറ്റ് ആയിട്ടുള്ള ഷെഡ്യൂളിൽ അല്ലെ പഠിച്ചെടുത്ത കാര്യങ്ങളാണ്. ഇനി കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് പഠിക്കാനായിട്ട് പറ്റുന്ന രീതിക്കാണ് ലൈക്ക് നമ്മുടെ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. 54th ഡേ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഗീതാഞ്ജലി എന്ന് പറയുന്ന വർക്കിലെ പോംസ് ആണ്. അതിൽ ഫസ്റ്റ് 10 പോംസ് ആയിരിക്കും അന്നത്തെ ദിവസം നമ്മൾ പഠിക്കുക. ദെൻ 55th ഡേ ടാഗോറിന്റെ തന്നെ ഗീതാഞ്ജലിയിലെ 11 മുതൽ 20 വരെയുള്ള പോംസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. പിന്നെയോ 56th ഡേ റോബിന്ദോയുടെ ദ ട്രാൻസ് ഓഫ് ദ വെയിറ്റിംഗ് എന്ന് പറയുന്ന പോം ആയിരിക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അതിന്റെ കൂടെ കമ്മിങ്സിന്റെ ബഫലോ ഹിൽസ് എന്ന് പറയുന്ന ആ ഒരു വർക്ക് അതിന്റെ ഓവർവ്യൂ നമ്മൾ പഠിച്ചെടുക്കും. ദെൻ വിൽ ബി ഓൾസോ ഡൂയിങ് ദ റിവ്യൂ. ഓക്കെ, അപ്പൊ നമ്മൾ MCQs ചെയ്യും അല്ലെ. കീവേഡ്സ് ഒന്നുകൂടെ പറഞ്ഞ് പഠിച്ച് ഒന്നുകൂടെ മനസ്സിൽ ഉറപ്പുവരുത്തും അല്ലെ. അതിനുശേഷം നമ്മൾ എങ്ങോട്ട് പോകുന്നു? അടുത്ത ദിവസം അല്ലെ 58th ഡേയിലോട്ട് പോകുന്നു. 57th ഡേ നമ്മൾ നിസിം എസെക്കിയേലിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന വർക്ക്, അതുപോലെ കാഷ്വലി എന്ന് പറയുന്ന വർക്ക് ഡിസ്കസ് ചെയ്യുന്നത് പഠിക്കുന്നതായിരിക്കും. അതിന്റെ കൂടെ എലൻ ഗിൻസ്ബർഗിന്റെ അമേരിക്ക എന്ന് പറയുന്ന ആ ഒരു വർക്കും നമ്മൾ പഠിച്ചെടുക്കും. ഓക്കെ, നൗ 58th ഡേ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന A.K. രാമാനുജന്റെ എ റിവർ എന്ന് പറയുന്ന ഒരു പോം വരുന്നുണ്ട് അല്ലെ. നമ്മൾ നേരെ ഇന്ത്യൻ ലിറ്ററേച്ചറിലോട്ട് കടക്കുന്നു അല്ലെ. A.K. രാമാനുജന്റെ റിവർ എന്ന് പറയുന്ന പോം. അതുപോലെ നിസിം എസെക്കിയേലൊക്കെ ആണെങ്കിൽ അല്ലെ ഇന്ത്യൻ ലിറ്ററേച്ചറിലോട്ട് വരുന്നു. ദെൻ ദ സ്ട്രൈഡേഴ്സ് എന്ന് പറയുന്ന പോം നമ്മളവിടെ പഠിക്കുന്നു. അതിന്റെ കൂടെ ജെട്രിഡ് സ്റ്റീന്റെ ഡോട്ടർ എന്ന് പറയുന്ന വർക്കിന്റെ ഓവർവ്യൂ. ഓക്കെ, അപ്പോൾ ഈ നമുക്കറിയാം ഡീറ്റെയിൽഡ് നോൺ ഡീറ്റെയിൽഡ് എന്ന് പറഞ്ഞിട്ട് 2 സെഗ്മെന്റ്സ് തന്നിട്ടുണ്ട് നമുക്ക് സിലബസിൽ എന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പക്ഷെ
ഈ ഡീറ്റെയിൽഡ് അല്ലാത്ത നോൺ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്ക്സിൽ നമ്മൾ അധികം സമയം ചിലവിടാതെ ഒരു ഓവർവ്യൂ ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ ഒരു സ്റ്റഡി പ്ലാനിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഡോട്ടർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ദെൻ 59th ഡേ എത്തുന്ന സമയത്ത് നമ്മൾ അവിടെ നോക്കാനായിട്ട് പോകുന്നത് വാൾട്ട് വിറ്റ്മാന്റെ അല്ലെ ഔട്ട് ഓഫ് ദ ക്രൈഡിൽ എൻലെസ്ലി റോക്കിംഗ് എന്ന് പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോമാണ്. അതിനുശേഷം എമിലി ഡിക്കിൻസിന്റെ ഐ ഫെൽറ്റ് എ ഫ്യൂണറൽ എന്ന് പറയുന്ന ആ ഒരു വർക്ക്. ഓക്കെ, ദെൻ 60th ഡേ ആയി അല്ലെ. അവിടെ നമുക്ക് ചാൾസ് ലാംബിന്റെ ഓക്സ്ഫോർഡ് ഇൻ വെക്കേഷൻ എന്ന് പറയുന്ന ഒരു എസ്സേയും അതുപോലെ തന്നെ ഡ്രീം ചിൽഡ്രൻ എന്ന് പറയുന്ന മറ്റൊരു എസ്സേയുമാണ് നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. 61st ഡേ തോമസ് ഡി ക്വിൻസിയുടെ ഓൺ ദ നോക്കിംഗ് അറ്റ് ദ ഗേറ്റ് ഇൻ മാക്ബെത്ത് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ വർക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യും, നമ്മൾ പഠിക്കും. ഓക്കെ, ദെൻ 62nd ഡേ ആയി. അവിടെ നമ്മൾ ഏലിയറ്റിനെയാണ് പഠിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എസ്സേ ആയിട്ടുള്ള ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ വിർജീനിയ വുൾഫിന്റെ അല്ലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക് ആയിട്ടുള്ള മോഡേൺ ഫിക്ഷനും നമ്മൾ അവിടെ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, നൗ 63rd ഡേ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന എന്താ, എസ്തെറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്സ് ആണ് അല്ലെ. അവിടെ നമ്മൾ എസ്.എൻ. ദാസ്ഗുപ്തയുടെ തിയറി ഓഫ് രസ എന്ന് പറയുന്ന ആ ഒരു വർക്കും അതുപോലെ കുഞ്ഞുണ്ണി രാജയുടെ തിയറി ഓഫ് ധ്വനി എന്ന് പറയുന്ന വർക്കും ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അവിടെ നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ട് ഇത് രണ്ടും പഠിക്കാനായിട്ട് പറ്റൂല, ഇത് രണ്ടും കണക്ട് ചെയ്ത് പഠിക്കുക. അതിന്റെ കൂടെ നിങ്ങളുടെ റിവിഷൻ വീക്ക് ആണ് അല്ലെ, സോ ഒബ്വിയസ്ലി റിവിഷൻ നടത്തുക, MCQs വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, നൗ 10th വീക്കിലോട്ട് പോകുന്നു. അവിടെ നമുക്ക് നോക്കാനായിട്ടുള്ളത് 64th ഡേ നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത് AK രാമാനുജന്റെ ഈസ് ദർ ആൻ ഇന്ത്യൻ വേ ഓഫ് തിങ്കിങ് എന്ന് പറയുന്ന എസ്സേ ആണ്. അതിനുശേഷം 65th ഡേ എമേഴ്സന്റെ സെൽഫ് റിലയൻസ് എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എസ്സേ നമ്മൾ ഡീൽ ചെയ്യും. അതുപോലെ തന്നെ തോറോയുടെ സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറയുന്ന മറ്റൊരു എസ്സേയും നമ്മൾ ഡീൽ ചെയ്യും. ദെൻ 66th ഡേ ആയി അല്ലെ. അവിടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലൈക്ക് 10th വീക്കിന്റെ റിവിഷൻ. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവിടെ റിവിഷൻ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ നമ്മൾ ഇതിനു മുന്നേ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്ത ഭാഗങ്ങൾ മുഴുവൻ ലൈക്ക് ഓർത്തിരിക്കേണ്ടത് എളുപ്പത്തിൽ നമുക്ക് മറന്നു പോകാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ്, കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഏരിയാസ് ആണ്. അപ്പൊ അത് നമുക്ക് റിവിഷൻ ഉണ്ടെങ്കിലേ ഓക്കെ 7 ദിവസം കാത്തിരുന്ന് റിവൈസ് ചെയ്യുന്നതിനേക്കാൾ ഒരു 3 days എടുത്ത് റിവൈസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ റിവിഷൻ ചെയ്യുക. ഓക്കെ, അതിന്റെ കൂടെ ചോസറിന്റെ കാന്റർബറി ടെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊലോഗ് അല്ലെ, അതിന്റെ ഒരു ഓവർവ്യൂ ഉണ്ടാക്കി വെക്കുക. അതിന്റെ കൂടെ ക്വാനോയുടെ ഇൻട്രസ്റ്റിംഗ് നെറേറ്റീവ് എന്ന് പറയുന്ന വർക്ക് കൂടെ പഠിച്ചെടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് 66th ഡേ നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. നൗ മൂവിങ് ഓൺ ടു 67th ഡേ. അവിടെ ജെയിൻ ഓസ്റ്റിൻ ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. മാൻസ്ഫീൽഡ് പാർക്ക് ആണ് വരുന്നത്. അവിടെ നമുക്ക് ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഹാഫ് ഓഫ് ദ പോർഷൻ ഓക്കെ വോളിയം 1 കംപ്ലീറ്റ് ചെയ്യാം. പിന്നീട് 68th ഡേ നെക്സ്റ്റ് ഡേ നിങ്ങളത് അതിന്റെ വോളിയം 2 and 3 റിലേറ്റഡ് ആയിട്ടുള്ള ഓവർവ്യൂ കംപ്ലീറ്റ് ചെയ്യാം. ദെൻ 69th പോകുന്നു. എമിലി ബ്രോണ്ടിന്റെ വത്തറിംഗ് ഹൈറ്റ്സ് ആണ് വരുന്നത്. നമുക്കറിയാവുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗോത്തിക് നോവൽ അല്ലെ. അപ്പൊ അത് നമ്മൾ ആദ്യം അല്ലെ അതിൽ പറ്റാവുന്ന അത്രയും നമ്മൾ വായിച്ചു നോക്കും അല്ലെ, അതിന്റെ ഒരു ഓവർവ്യൂ ഉണ്ടാക്കിയെടുക്കും. ചാപ്റ്റേഴ്സ് 1 to 17 പറ്റുവാണെങ്കിൽ ചാപ്റ്റേഴ്സ് 1 to 17 ഐഡിയൽ ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ലൈക്ക് പോർഷൻ ആണ്. സോ അത്രയും ചാപ്റ്റേഴ്സ് എങ്കിലും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് 70th ഡേയിലോട്ട് പോകുന്നു. അവിടെ നമുക്കുള്ളത് അഗെയിൻ വതറിംഗ് ഹൈറ്റ്സിന്റെ ചാപ്റ്റേഴ്സ് 18 to 34 ആണ്. ഓക്കെ, അപ്പൊ അത്രയും ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ദിവസം ശ്രമിക്കുക. ദെൻ 71st ഡേ എത്തുന്നു. അവിടെ ചാൾസ് ഡിക്കൻസ് ആണ് വരുന്നത്. ഒലിവർ ട്വിസ്റ്റ് ആണ് അല്ലെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വർക്കാണ്, പഠിച്ചെടുക്കാൻ എളുപ്പമാണ് അല്ലെ, എൻഗേജിങ് ആയിട്ട് വരുന്ന ഒരു വർക്കാണ്. സോ അതിന്റെ ഫസ്റ്റ് ഹാഫ് നമ്മൾ 71st ഡേയും വെരി നെക്സ്റ്റ് ഡേ അതിന്റെ സെക്കൻഡ് ഹാഫും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ 73rd തോമസ് ഹാർഡിയുടെ ടെസ്റ്റ് ഓഫ് യൂബർവില്ല അല്ലെ, ആ ഒരു വർക്കിന്റെ ഫസ്റ്റ് മുതൽ 4th വരെയുള്ള ഫേസ് ആണ് നമ്മൾ അവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ദ നെക്സ്റ്റ് ഡേ 5th മുതൽ 8th വരെയുള്ള ഫേസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ദെൻ 75th ഡേ ആയി അല്ലെ. 75% ഓഫ് ദ സ്റ്റഡി പ്ലാൻ കംപ്ലീറ്റ് ആവാനായിട്ട് പോവാണ് അല്ലെ. 75th ഡേ നമ്മൾ എന്താ പഠിക്കാനായിട്ട് പോകുന്നേ, മേരി ഷെല്ലിയുടെ ഫ്രാങ്കൻസ്റ്റീൻ എന്ന് പറയുന്ന വർക്കാണ് നമ്മൾ അവിടെ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. 76th ഡേ ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള അനാലിസിസ് കൂടി നമ്മൾ നോക്കും. ഓക്കെ, ദെൻ 77th ഡേ PB ഷെല്ലിയുടെ ദ സെൻസി എന്ന് പറയുന്ന ലൈക്ക് ആ ഒരു വർക്കിന്റെ ഓവർവ്യൂ ആണ്. ഓക്കെ, ഷെൻസിയുടെ ഓവർവ്യൂ ആണ് നമ്മൾ അവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നൗ മൂവിങ് ഓൺ
78th ഡേ ആയി അല്ലെ. ഹെൻറി ഫീൽഡിങ്ങിന്റെ ടോം ജോൺസ് ആണ്. ടോം ജോൺസ് എന്ന് പറയുന്ന വർക്കാണ് നമ്മൾ അവിടെ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. അതിന്റെ ഒരു ഓവർവ്യൂ എന്നുള്ള രീതിക്കാണ് നിങ്ങൾ അവിടെ ലൈക്ക് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. 79th ഡേ ആവുന്നു. സാമുവൽ റിച്ചാർഡ്സന്റെ ഹമേല എന്ന് പറയുന്ന വർക്കിന്റെ ഓവർവ്യൂ നമ്മൾ അവിടെ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, നൗ 80th ഡേ ആയി അല്ലെ. ഇവിടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എന്താ? സർ തോമസ് മൂറിന്റെ യുട്ടോപ്പിയ അല്ലെ. യുട്ടോപ്പിയ എന്ന് പറയുന്ന ആ ഒരു പെർഫെക്റ്റ് ലാൻഡ് അല്ലെ, ആ ഒരു ലാൻഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതിന്റെ ഒരു ഓവർവ്യൂ നമ്മൾ അവിടെ ഉണ്ടാക്കിയെടുക്കും. അതേപോലെ തന്നെ വാൾട്ടർ സ്കോട്ടിന്റെ വാൻഹോ എന്ന് പറയുന്ന വർക്കിന്റെ ഓവർവ്യൂ. ഇതൊക്കെ നോൺ ഡീറ്റെയിൽഡിൽ വരുന്ന ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഓവർവ്യൂസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, അതുപോലെ ഡാനിയൽ ഡീഫോയുടെ റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്ന വർക്ക് ഉണ്ട് അല്ലെ. നമുക്കൊക്കെ അറിയാവുന്ന, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള അല്ലെ, റോബിൻസൺ ക്രൂസോന്റെ ഓവർവ്യൂവും ഈ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, നൗ 81st ഡേയിലോട്ട് പോകുന്നു. ജോസഫ് കൊൺറാഡിലേക്ക് എത്തി നിൽക്കുന്നു. അവിടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് ആണ്. അദ്ദേഹത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ്. ഇവിടെ 82nd, 83rd and 84 3 ദിവസം ഞാനിവിടെ ബ്ലാങ്ക് ആയിട്ട് ലീവ് ചെയ്തിട്ടുണ്ട്. എന്തിനാണത്? ഇറ്റ് ഈസ് ടൈം ഫോർ യു ടു ഡു ദ റിവിഷൻ. ഇത്രയും നാൾ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ അല്ലെ കൃത്യമായിട്ട് റിവൈസ് ചെയ്യുന്നുണ്ട്, നമ്മൾ റിവൈസ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ടുള്ള 3 ദിവസങ്ങളാണ് 82nd, 83rd and 84th. ഓക്കെ, നൗ വി ആർ മൂവിങ് ഓൺ ടു 85th ഡേ. അവിടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വിർജീനിയ വുൾഫിന്റെ മിസിസ് ഡാലവേ എന്ന് പറയുന്ന ആ ഒരു സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നീക്ക് വരുന്ന ആ ഒരു വർക്കാണ്. ദെൻ മുൾക്രാജ് ആനന്ദിന്റെ ദ അൺടച്ചബിൾ എന്ന് പറയുന്ന ഒരു വർക്ക് വരുന്നുണ്ട് അല്ലെ. അതും നമ്മൾ ഈ ഒരു ദിവസമാണ് അല്ലെ, ആ റിവിഷനൊക്കെ ശേഷം വളരെ എനർജറ്റിക് ആയിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന 2 വർക്കുകൾ. ഓക്കെ, 86ൽ ആ ഒരു ദിവസം നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ജെയിംസ് ജോയ്സിന്റെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള പൊർട്രേറ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് ആസ് എ യങ് ലൈക്ക് മാൻ എന്ന് പറയുന്ന ആ ഒരു വർക്കാണ്. 87th ഡേ ആവുന്നു. എഫ്.ആർ. ലെവിസിന്റെ ദ ഗ്രേറ്റ് ട്രഡിഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്ക് അല്ലെ, അത് നമ്മൾ അവിടെ പഠിച്ചെടുക്കും. അതുപോലെ ജോൺ ഫവൽസിന്റെ ദ ഫ്രഞ്ച് ലെഫ്റ്റനന്റ് വുമൺ എന്ന് പറയുന്ന വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള അല്ലെ ആ ഒരു വർക്ക്. ഇത് നമുക്ക് വായിച്ചെത്തുന്നത് പോസിബിൾ ആയിരിക്കില്ല. അപ്പൊ ഈ ഒരു ദിവസം ഈ ഒരു വർക്കിന്റെ ഫിലിം അഡാപ്റ്റേഷൻ നിങ്ങൾ കാണുക. ഓക്കെ, ഇതിന്റെ ഒരു ഫിലിം അഡാപ്റ്റേഷൻ വരുന്നുണ്ട്. അപ്പൊ അത് കാണുക, അത് കണ്ട് അതിലെ കഥകൾ മനസ്സിലാക്കുക, ഒരു ഓവർവ്യൂ സെറ്റ് ചെയ്യാം. ഓക്കെ, 88th ഡേയിലോട്ട് പോകുന്നു. ജോർജ് ഓർവെലിന്റെ 1984 എന്ന് പറയുന്ന ഒരു ഡിസ്റ്റോപ്പിയൻ നോവലാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതിന്റെയും ഒരു ഓവർവ്യൂ നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കുക. ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് നോട്ട് ചെയ്യുക, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് നോട്ട് ചെയ്യുക. അഞ്ചേല കാർട്ടറിന്റെ നൈറ്റ്സ് അറ്റ് ദ സർക്കസ് എന്ന് പറയുന്ന മറ്റൊരു വർക്ക് വരുന്നു. ഓക്കെ, അപ്പം അതും ഫെവർ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു വർക്കാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതിന്റെയും ഒരു ഓവർവ്യൂ സെറ്റ് ചെയ്യാം. ഓക്കെ, മൂവിങ് ഓൺ ടു 89th ഡേ. രാജാറാവുവിന്റെ ദ സർപ്പന്റ് ആൻഡ് ദ റോപ്പ് എന്ന് പറയുന്ന വളരെ ക്ലാസിക്കൽ വർക്ക് അല്ലെ, ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്ക് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 89th ഡേ ആണ്. Moving on to 90th day, we are going to complete 90% of our study plan. R.K. നാരായണന്റെ മാൽഗുഡി ഡേയ്സ് അല്ലെ, നമുക്കറിയാവുന്ന അല്ലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറീസ് അടങ്ങിയ, മാൽഗുഡിയെ കുറിച്ചുള്ള അല്ലെ സ്റ്റോറീസ് അടങ്ങിയ R.K. നാരായണന്റെ മാൽഗുഡി ഡേയ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. മൂവിങ് ഓൺ ടു 91st ഡേ. അനിത ദേശായിയുടെ ക്ലിയർ ലൈറ്റ് ഓഫ് ഡേ. ഈ ഒരു വർക്ക് ആയിരിക്കും നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ടാവുക. 92nd ഡേ സൽമാൻ റുഷ്ദിയുടെ ഇക്കാലത്തെയും ഫേമസ് ആയിട്ടുള്ള വർക്ക് ആയിട്ടുള്ള മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ അല്ലെ, സലീം സിനായുടെ കഥ പറയുന്ന മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. 93rd അരുന്ധതി റോയുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. നമ്മൾ ഓൾറെഡി HSAക്ക് പഠിച്ചിട്ടുള്ള അല്ലെ, നമുക്കൊക്കെ അറിയാവുന്ന, നിങ്ങൾ ഒരിക്കലെങ്കിലും വായിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ദെൻ 94th ഡേ അരവിന്ദ് അഡിഗയുടെ ദ വൈറ്റ് ടൈഗർ. ഓക്കെ, നൗ കംസ് 95th ഡേ നഥാനിയൽ ഹത്തോണിന്റെ ദ സ്കാർലറ്റ് ലെറ്റർ ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ പറയുന്ന വർക്ക്സിന്റെ ഒക്കെ ഒരു ഓവർവ്യൂ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ദെൻ 96th ഡേ ഹെർമൻ മെൽവിലിന്റെ മോബി ഡിക്ക് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ആൻഡ് 97th ഡേ ഏർണസ്റ്റ് ഹെമിംഗ്വേയുടെ ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ. അങ്ങനെ നമ്മൾ 98th ഡേയിലോട്ട് പോകുന്നു. ടോണി മോറിസന്റെ ദ ബ്ലൂവസ്റ്റ് ഐ എന്ന് പറയുന്ന വർക്കിന്റെ ഓവർവ്യൂ ആണ് നമ്മൾ അവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിനുശേഷം 98th ഡേക്ക് ശേഷം 99, 100 മുതലായിട്ടുള്ള ബാക്കി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ദിവസവും നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കംപ്ലീറ്റ് റിവിഷൻ ആണ്. ഓക്കെ, അപ്പൊ മോക്ക് ടെസ്റ്റുകളും റിവിഷനും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകേണ്ട ഡേയ്സ് ആണ് 98ന് ശേഷം വരുന്ന ദിവസങ്ങൾ.
ഓക്കെ. അപ്പൊ ഈ ഒരു സ്റ്റഡി പ്ലാൻ സ്റ്റിക്ക് ഓൺ ചെയ്യുകയാണെങ്കിലുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നമുക്ക് സിലബസിൽ തന്നിരിക്കുന്ന മുഴുവൻ ഭാഗങ്ങളും ഓക്കെ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇതിന്റെ കൂടെ തന്നെ ജനറൽ പേപ്പർ റിലേറ്റഡ് ആയിട്ടുള്ള പഠനവും മുന്നോട്ട് പോകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സ്റ്റഡി പ്ലാൻ റിലേറ്റഡ് ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് പോകാനായിട്ട് പറ്റട്ടെ. നിങ്ങളുടെ ലേണിംഗ് ഏറ്റവും നല്ല രീതിക്ക് മികച്ച രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ. അതിനായിട്ട് എൻട്രി എന്നും നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. ഓക്കെ, എനിക്ക് പറയാനായിട്ടുള്ളത് വീണ്ടും പറയാനായിട്ടുള്ളത് ഇതാണ്. ദ എക്സ്പേർട്ട് ഇൻ എനിത്തിങ് വാസ് വൺസ് എ ബിഗിനർ. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ എക്സ്പേർട്സും ഒരിക്കലും ഒരു ബിഗിനർ ആയിരുന്നു അല്ലേ. അപ്പം വിത്ത് എക്സ്പീരിയൻസ് കം എക്സ്പെർട്ടൈസ് എന്നാണ് പറയുക. ഓക്കെ, സോ ഓൾവേസ് ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് യുവർ ഡെഡിക്കേഷൻ ടുഡേ ഡിറ്റർമിൻസ് യുവർ സക്സസ് ടുമോറോ. സോ ഓൾവേസ് ബി ഡെഡിക്കേറ്റഡ്. ഓക്കെ, അപ്പോൾ എൻട്രിയിൽ വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനുമായിട്ട് ഞങ്ങൾ സജ്ജമാണ്. ഓക്കെ, ഫോർ HSST ഇംഗ്ലീഷ്. അപ്പോൾ നിങ്ങൾ HSST ഇംഗ്ലീഷിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഓക്കെ കം ജോയിൻ വിത്ത് അസ് ആൻഡ് വി ആർ വിത്ത് യു. ഈ ഒരു സ്റ്റഡി പ്ലാൻ മാത്രമല്ല HSST ഇംഗ്ലീഷിന് ലൈക്ക് ഒരു റാങ്ക് നേടുന്ന രീതിക്ക് നിങ്ങളെ സജ്ജമാക്കാനായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയ കോഴ്സാണ് നമ്മുടേതായിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതിനെക്കുറിച്ച് ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായിട്ട് താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഫോം ഉണ്ട്, അത് ഫിൽ ചെയ്യുക. ഓക്കെ, സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ലോങ് ജേർണി ബട്ട് വി ആർ വിത്ത് യു always and always. Okay, so all the very best wishes for all the aspirants. Happy learning.